ഹായ്, ഞാൻ ഡോക്ടർ അയ്യപ്പൻ, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്. ബീഫ് കഴിക്കാമോ ഡോക്ടർ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഈ അടുത്ത സമയത്ത്, അതായത് മാർച്ച് 2025 നേച്ചർ മെഡിസിൻ എന്ന ജേർണലിൽ ഒരു വലിയൊരു പഠനം പ്രസിദ്ധീകരിച്ചു. ഈ പഠനത്തിൽ അവർ ഒരു 1,00,000 അമേരിക്കൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഒരു മിഡിൽ ഏജ്, അതായത് 40 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഒരു 30 വർഷത്തോളം ഇവരെ ഫോളോ അപ്പ് ചെയ്ത് ഈ പഠനത്തിൽ അവർ ഉദ്ദേശിച്ചത് എന്തൊക്കെ ഡയറ്ററി പാറ്റേൺസ്, എന്തൊക്കെ ഭക്ഷണ രീതികളാണ് ഇവരെ ഒരു ഹെൽത്തി ഏജിങ്ങിലൂടെ, ആരോഗ്യകരമായ ഒരു ഏജിങ്ങിലേക്ക് നയിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പഠനം നടത്തിയത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു ഒബ്സർവേഷൻ ഇതിൽ കണ്ടത്, റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ തുടങ്ങിയ റെഡ് മീറ്റിൻ്റെ അമിതമായ ഉപയോഗം ഉള്ള ആളുകളിൽ ഒരു ആരോഗ്യകരമായ ഒരു ഏജിങ് ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. ഈ ഒരു പഠനത്തിൽ ഇതൊരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. അതായത് ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന രീതിയിൽ ഈ ഒരു പഠനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു റെഡ് മീറ്റിൻ്റെ അമിതമായ ഒരു അളവിലുള്ള കൺസംഷൻ ഒരു ലോങ് ടേം ആയിട്ട് ഒരു ഹെൽത്ത് റിലേറ്റഡ് ഔട്ട്കംസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിൽ കണ്ടത്. ഇത് മാത്രമല്ല, പ്രോസസ്ഡ് മീറ്റ്, അതായത് ഈ സോസേജസ്, ബേക്കൺസ് തുടങ്ങിയ പ്രോസസ്ഡ് റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പ്രോസസ്ഡ് മീറ്റ്, അതായത് സോസേജസിലൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രോസസ്ഡ് മീറ്റിനെ ഒരു ഗ്രൂപ്പ് 1 കാർസിനോജൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, റെഡ് മീറ്റിൽ അടങ്ങിയിരിക്കുന്ന, പ്രോസസ്ഡ് ആണെങ്കിൽ പോലും റെഡ് മീറ്റിൽ അടങ്ങിയിരിക്കുന്ന ഹീം എന്നുള്ള രാസവസ്തു, ഇത് പിന്നെ നമ്മളുടെ കുടലിൽ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ചില ഹാംഫുൾ കെമിക്കൽസ് റിലീസ് ചെയ്യും. ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളുടെ കുടലിൻ്റെ ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യുകയും ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് മീറ്റിന് പല നല്ല വശങ്ങളുണ്ട്. ഇതൊരു നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. ബി വൈറ്റമിൻസ്, അയൺ തുടങ്ങിയ ഘടകങ്ങൾ നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിഷ്യൽ എഫക്ട്സും റെഡ് മീറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് മീറ്റ് ഒരിക്കലും പൂർണ്ണമായി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്നാൽ അമിതമായ അളവിൽ ലോങ് ടേം ആയിട്ടുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം നമ്മളുടെ ശരീരത്തിന് ഹാനികരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയിൽ 1-2 തവണ റെഡ് മീറ്റ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ അമിതമായ അളവിലുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. താങ്ക് യു.